वक्रतुण्डमहाकाय कोटिसूर्यसमप्रभा निर्विघ्नं कुरु मे देव शुभकार्येषु। മഹാഭാരതത്തിലെ അന്തരിച്ചുപോയ രാജകുടുംബ അംഗങ്ങളെയെല്ലാം പ്രിയപ്പെട്ട ആളുകൾക്ക് വരുത്തി കാണിച്ചു കൊടുത്ത് അങ്ങനെ വരുത്തി കാണിച്ചു കൊടുക്കുന്നതായി വർണ്ണിക്കുന്നില്ലെങ്കിൽ ഭഗവത്ഗീതയ്ക്ക് പ്രസക്തിയില്ലാതെ വരും. നമ്മുടെ ഈ ഗീതയുടെ പ്രസക്തിയും ഗീത മഹാഭാരതത്തിൻ്റെ ഭാഗമാണോ പിന്നീട് എഴുതി ചേർത്തതാണോ എന്നുള്ളതൊക്കെ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഭഗവാൻ പറയുന്നത് ആരും മരിക്കുന്നില്ല എന്നതാണ്. കേവലം ഭൗതികമായ മാറ്റം മാത്രമാണ് വരുന്നത്. ആ ഭൗതികമായ മാറ്റമാണ് ഈ വന്നത്. അവരെ വിളിക്കാൻ അറിയാവുന്നവനും വിളിച്ചപ്പോൾ വന്നു. അപ്പം നമ്മൾ ചൈനയിൽ പോയതുകൊണ്ട് ചൈനീസ് ഭാഷ പറഞ്ഞാലേ അവൻ വരുള്ളൂ, അല്ലെങ്കിൽ കാര്യം എന്തോ കാണിക്കുന്നതല്ലേ അവന് തോന്നുള്ളൂ. അവനവൻ്റെ ഭാഷ കേൾക്കുമ്പോൾ അത് വരും, അതറിയാം. അപ്പോൾ ലോകത്തിലുള്ള സംസാരിക്കപ്പെടുന്ന എല്ലാ ഭാഷകളും അറിയാവുന്നവന് എല്ലാവരെയും വിളിക്കാൻ സാധിക്കുന്നത് പോലെയാണിത്. പ്രപഞ്ചത്തിൻ്റെ ഏതോ ഒരു കോണിൽ അവർ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം അവസാനിക്കുന്നിടത്തേക്ക് ഏതോ അജ്ഞാതമായ ശക്തിയുടെ വിച്ഛേദിച്ചു പോരാനാവാത്ത അവിച്ഛേദ്യമായ ശക്തി പ്രവാഹത്തിലൂടെ ഒരു അണുവിനെ പോലെ നിസ്സഹായമായി ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് താളാത്മകമായി. അതിൽ നിന്ന് ഓരോരുത്തരെ പിടിച്ചെടുക്കുകയാണ് അങ്ങോട്ട്. ഗംഗയുടെ ജലത്തിൽ പൊങ്ങുമെന്നാണ് പറയുന്നത് അല്ലേ സാർ? അത് ഏത് വിദ്യ കൊണ്ടുണ്ടാകും? ഈ ഋഷികൾക്ക് സാധിക്കാവുന്ന ഒരു കാര്യമാണോ അത്? സാധിക്കാവുന്ന കാര്യമാണോ സാധിക്കില്ലാത്ത കാര്യമാണോ എന്നുള്ളതല്ല അവിടെ പ്രശ്നം. ഇങ്ങനെ അനുഭവം ഉണ്ടാക്കി കൊടുത്തു അവർക്ക് അല്ലേ? വിധവകളായിട്ടുള്ളവർക്കെല്ലാം അവരെ കണ്ടു, അവർക്ക് സന്തോഷമായി, അവരുടെ കണ്ണു നിറഞ്ഞു. ആ സന്തോഷത്തിൽ അവർ അമരുകയും ചെയ്തു. പിന്നെ ആത്മാവിൻ്റെ അനശ്വരതയും അതിലൂടെ സ്ഥാപിച്ചു. ഇപ്പോൾ ഈ മറ്റ് വളരെ വിദൂരത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ നക്ഷത്രങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ നാം അറിയുകയില്ല. കാരണം അവിടെ നിന്നൊരു രശ്മി സഞ്ചരിച്ച് 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 നമ്മുടെ മുന്നിൽ വരുമ്പോഴേ നമുക്കത് കാണാനൊക്കുള്ളൂ. സൂര്യനിൽ നിന്ന് പോലും വരണതിന് 4.5 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ വിസ്തൃതി നിശ്ചയിച്ചിട്ടില്ലാത്ത, ആർക്കും നിശ്ചയിക്കാൻ സാധിച്ചിട്ടില്ലാത്ത പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തിസ്ഥലികൾ ഉണ്ട്. ആ വ്യാപ്തിസ്ഥലികളിലെല്ലാം നോട്ടം ചെന്ന ഒരാൾ നമ്മളോട് സംസാരിക്കുകയാണ്. വന്നപ്പോൾ ബിസ്ക്കറ്റ് കൊടുത്തു, അതൊരെണ്ണെടുത്ത് കഴിച്ചിട്ട് നമ്മളോട് സംസാരിക്കുകയാണ്. ആ ബിസ്ക്കറ്റ് കഴിച്ചതിൽ മാത്രമേ ഉള്ളൂ നമ്മൾ തമ്മിൽ സാമ്യം. ചൂടുവെള്ളം എങ്ങനെയാ? വേണ്ട, മതി. ബിസ്ക്കറ്റ് കഴിച്ചല്ലോ, അത് മതി. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിലുമായി ഇരിക്കുന്നതിലും 2 കാലുള്ളതിലും 4 കാലുള്ളൊരു തങ്കച്ചിപ്പെണ്ണിനെ കട്ടുകൊണ്ട് പോയതിലൊക്കെയാണ് ആ ഒരു സാമ്യം വരുന്നത്. പിന്നെ ഒരു കാര്യത്തിലും മനുഷ്യരല്ല ഇവർ രണ്ടുപേരും. അത് വേറെ ഒരു ഉപഗ്രഹത്തിൽ നിന്ന് വന്ന വ്യക്തിയെ പോലെയാണ് ഇരിക്കുന്നത്. അവൻ അവിടെയെല്ലാം കാഴ്ച കിട്ടിയവനാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ എന്തുണ്ടെന്ന് അവനെ അറിയാം. ഒരു രാജ്യം പോയി കണ്ടവൻ പിന്നെ പത്രത്തിൽ അവിടെ എന്തെങ്കിലും സംഭവിച്ചു, അവിടെ കയറി 20 കുട്ടികളെ വെടിവെച്ചു കൊന്നു US. നമ്മളാ സ്കൂളിൽ ചെന്നതായിരിക്കും ഈ യാത്രാ സമയത്ത്. അപ്പോൾ ഇവിടെ ഞാൻ പോയതാണല്ലോ എന്ന് നമുക്ക് തോന്നും. US പോയിട്ടില്ലാത്ത ഒരാൾക്ക് അങ്ങനെ തോന്നാനൊക്കെ ഇല്ലല്ലോ. അപ്പോൾ അവിടുത്തെ സാഹചര്യവും ആ സ്കൂളും അവിടെ പഠിപ്പിച്ച ടീച്ചറും അവരുമായിട്ട് സംസാരിച്ചത്
അവസാനം അവർക്ക് ഇന്ത്യ കാണാൻ കൊതിയുണ്ടെന്ന് പറഞ്ഞതും അടുത്ത തവണ വരുമ്പോൾ ഞാൻ കൊണ്ടുവരാം, കാശ് തന്നെ കേട്ടോ എന്ന് പറഞ്ഞതെല്ലാം നമുക്ക് ഓർമ്മയിലേക്ക് വരും. പോകാത്ത ആളിനെ സംബന്ധിച്ചിടത്തോളം അയാളത് ഗവനിക്കില്ല. ഓ എവിടെയോ പിന്നെ നീഗ്രോ കുട്ടികളെ സായിപ്പുമാരായ ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് കുട്ടിയാണെന്ന് തോന്നുന്നു, 2 കുട്ടികൾ ഒടിച്ചു എന്ന് പറഞ്ഞു. ഓട്ടെ, ഒരു പ്രശ്നമില്ല അവർക്ക്. ഇപ്പോൾ കണ്ട ആളിന് ആ കണ്ട പ്രദേശത്തെക്കുറിച്ച് പറയാൻ അനേകം മാർഗങ്ങളുണ്ട്. അതാണ് എൻ്റെ പ്രത്യേകത. അങ്ങനെ ഒരാൾ ഈ ഭൂമിക്ക് വെളിയിലുള്ള കാര്യങ്ങൾ ഏതോ തരത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരാൾ ആ മനസ്സിലാക്കിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ അടിസ്ഥാന പ്രമാണങ്ങളാക്കി സങ്കല്പിച്ചുകൊണ്ട് ഒരു എഴുത്തെഴുതുകയാണ്. പറഞ്ഞില്ലേ, ഓരോരുത്തർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കൂടെ ഒരു കൃതിയെക്കുറിച്ച് തോന്നാവുന്നതാണ്. ഇപ്പം എങ്കിലും ചന്ദ്രികയെ നമ്മ കാണും. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരാൾക്ക് അവൾ ചന്ദ്രിക അവസാനം നല്ല വിവാഹം തന്നപ്പോൾ അവൾ ആ വഴിക്ക് പോയി, അത് നല്ലതാണെന്ന് തോന്നുന്നവരുണ്ടാകും. ഈ കാട്ടിക്കിടക്കുന്ന കുരങ്ങിൻ്റെ കൂടെ ആകെ ഉള്ളത് താഴ്ത്തി വീണാൽ വല്ല പിന്നെ കല്ലിൻ്റെ പ്രധാനമെങ്കിൽ പൊട്ടി പോകുന്ന എന്നൊരു ഓടക്കല്ലാണ്. ആ പൊന്നോടക്കുഴൽ മതിയല്ലോ, ഒന്ന് വിശന്ന് നോക്കണം പൊന്നോട എടുത്ത് പൊന്നോടക്കുഴലാന്ന് അന്നേരം പറയും. മോഹത്തിട്ട് പെരുക്കും ആ പൊന്നോടക്കുഴലെടുത്ത്. അത് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ടൊക്കെ അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അത് എപ്പോഴും പൊന്നോടക്കുഴലായിരിക്കുവേ, വിശക്കുമ്പോൾ തിന്നാനുണ്ടെങ്കിൽ. അപ്പോൾ അവൾ പോയി നന്നായെന്നൊരു നിരൂപകന് പറയാം. അതിന് ചങ്ങാമ്പുഴ ഉപയോഗിച്ച അദ്ദേഹത്തിൻ്റെ പദ്യത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ ഭംഗിയെക്കുറിച്ച് പറയാം, അതിൻ്റെ ലയത്തെക്കുറിച്ച് പറയാം, ചങ്ങാമ്പുഴയുടെ കവിത്വത്തെക്കുറിച്ച് പറയാം, വ്യത്യസ്തമായിട്ട് പറയാം. കാരണം ചങ്ങാമ്പുഴ ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക ഫിലോസഫി ഇതിലൂടെ പ്രചരിക്കപ്പെടണം എന്നുദ്ദേശിച്ച് കാണില്ല, എന്നുദ്ദേശിച്ചിട്ടുമില്ല. അല്ല, പ്രപഞ്ചത്തിൻ്റെ കഥയല്ല പറയുന്നത്. ഇത് ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം, മഹാഭാരതം പ്രപഞ്ചത്തിൻ്റെ കഥയാണ്. പ്രപഞ്ചത്തിൽ നിറച്ച് ശൂന്യതകളാണ്. ശൂന്യതകൾ എന്ന് പറഞ്ഞാൽ എന്തോ ഉള്ള ശൂന്യത. അപ്പം ആ ശൂന്യതകളെ സംബന്ധിച്ച് ഒരു ചിരി മനസ്സിലുള്ള ഒരാൾ എഴുതുമ്പോൾ അവൻ ആ ശൂന്യതയെ വർണ്ണിച്ചിരിക്കും. അത് വായിക്കുമ്പോഴാണ് നമുക്ക് ഇയാൾക്ക് ഭ്രാന്തായിരുന്നു, ഇവരെല്ലാം കഞ്ചാവ് പാർട്ടികളായിരുന്നു എന്ന് പറയുന്നത് വെറുതെ അല്ല എന്ന് നമുക്ക് തോന്നും. ഇപ്പം ദിഗ്ഗജങ്ങളെ വർണ്ണിക്കും. ഏത് ഗജം? അങ്ങനെ ഒരു ഗജവുമില്ല, ദിക്കുമില്ല, ദിക്കേയില്ല. ഇതാണ് ദിക്കെന്നതാണ് ദേശം എന്നുള്ള വാക്ക് വരുന്നത്. ദേശകാലങ്ങൾ മിഥ്യയാണ് എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇനിയും പിടികിട്ടാൻ കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ. അത് മിക്കവാറും പിടികിട്ടാതെ തന്നെ മരിച്ചു തീരും. യുക്തിവാദികളും അതുപോലുള്ള ആളുകൾ ആണ്. അത് ഇതൊക്കെ അതിനെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചാൽ അവർക്കും ബോധ്യമാകും. പക്ഷെ അങ്ങനത്തെ ആ ഗ്രന്ഥങ്ങളുണ്ടെന്ന് അവരറിഞ്ഞിട്ടില്ല. അതിൻ്റേതാണ് പ്രശ്നം. അപ്പോൾ അത് ചെയ്യാം. ഇതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ദുഃഖകരമായ കഥയിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും തീവ്രമായ വേദനകളിൽ നിന്നും യാതനകളിൽ നിന്നും ജീവിതത്തിൻ്റെ കാർന്നു പിടിക്കുന്ന യാതനകളിൽ നിന്നും അനേകമായ ഇടപെടലുകൾ. വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന് വേറെ തന്നെ പുറത്ത് കയറ്റി, ഒരു സ്കൂട്ടർ നടുക്ക് കൊണ്ടുവന്ന് ബ്രേക്ക് ഇട്ട് നിർത്തി പല ഇതുകൾ തമ്മിൽ കൂട്ടിയിടിക്കുക. വലിയ ദുരന്തം. അപ്പോൾ വേറൊരിടത്ത്
വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നേ രാത്രിയിൽ, ആ വണ്ടി കയറി ചത്തു. അപ്പോൾ അതെങ്ങനെ പറ്റി? ഇതിപ്പോൾ മര്യാദ ലംഘിച്ച്, ട്രാഫിക് റൂൾ ലംഘിച്ച്, മദ്യപിച്ച് എന്ന് പറയാൻ പാടില്ല, മദ്യപിച്ച് ഓടിച്ചതുകൊണ്ടാണ് ഇത് പറ്റിയത് എന്ന് പറയാം. മറ്റവൻ അവൻ്റെ വീട്ടിൽ കിടന്നല്ലാതെ അവന് വേറെ എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങാനൊക്കെ. ശരി, നമുക്കിന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടക്കാടി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വെളിവുള്ളവൻ പായും കക്ഷത്തിൽ വെച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമോ? പോവില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത, ഒരു വാഹനം പോലും സ്വന്തമായിട്ടില്ലാത്ത, സൈക്കിൾ പോലും ഇല്ലാത്ത ഒരാളുടെ മേത്ത് വണ്ടി കയറി ചത്തു? ഇതിനെ എല്ലാത്തിനെയും കൂടി സംബന്ധിപ്പിച്ചുകൊണ്ട് ഈ അനേകമായ അനുഭവ പരമ്പരകളുടെ നിലയ്ക്കാത്ത അനുസ്യൂതി നിങ്ങളെ എന്ത് ചെയ്താൽ ബാധിക്കാതിരിക്കും എന്നാണ് വ്യാസൻ പറയുന്നത്. അങ്ങനെ ഒരാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണ്ടേ? ആ പറഞ്ഞതാണ് മഹാഭാരതം. അപ്പോൾ ആ പറച്ചിലിൽ അതിൻ്റേതായ പ്രമാണങ്ങളെല്ലാം ഉണ്ട്. ആ പ്രമാണങ്ങൾ അനുസരിച്ചാണ് ഈ ഓരോ കഥാപാത്രവും ചലിക്കുന്നത്. പിന്നെ ഒപ്പം അവരുടെ സ്വന്തം വ്യക്തിത്വത്തോടു കൂടിയും അങ്ങനെ ചലിച്ചുവെന്നാണ് ഇദ്ദേഹം സ്വന്തം മൃതി താൻ തന്നെ സംവിധാനം ചെയ്തത്. തീക്കൊള്ളി അഗ്നിഹോത്രശാലയിൽ നിന്ന് തീക്കൊള്ളി നേരത്തെ തന്നെ വളരെ ദൂരത്തേക്ക് എറിഞ്ഞു പിടിപ്പിച്ചിട്ട് ഇവരങ്ങോട്ട് അടുക്കുമ്പോഴാണ് ഇത് കത്തിത്തുടങ്ങുന്നത്. അപ്പോൾ അവിടുന്ന് ഇവർ തന്നെ എറിഞ്ഞിട്ട് പോവുകയായിരുന്നു അങ്ങോട്ട്, കുന്തിയെയും ഗാന്ധാരിയെയും കൂട്ടിക്കൊണ്ട്. മറ്റവനെ ഓടിക്കുകയും ചെയ്തു, സഞ്ജയന്. അപ്പോൾ തനിക്ക് ഇനി തൻ്റെ ശരീരത്തിൽ ഈ ജീവൻ ആവശ്യമില്ല എന്ന് അദ്ദേഹത്തിന് തോന്നാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. 3 വർഷം ഈ തോന്നൽ കൊണ്ട് നടന്നതിന് ശേഷമാണ് 4ാമത്തെ വർഷത്തിലെ ആദ്യത്തെ മാസത്തിൽ ആണിതെടുത്തെറിയുന്നത്. ജീവിതം അവസാനിപ്പിക്കണമെന്നുള്ള മനഃപൂർവ്വമായ ആഗ്രഹം തന്നെ. സാർ, ഈ വാനപ്രസ്ഥത്തിന് വന്നു കഴിഞ്ഞാൽ സാധാരണഗതി ശാന്തമായൊരു മരണമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണല്ലോ മറ്റുള്ള ബന്ധങ്ങളിൽ നിന്നൊക്കെ അകന്നിങ്ങി പോരുന്നത്. അപ്പോൾ എന്ത് കഷ്ടപ്പെടുന്ന സ്വയമായി മരിക്കുക എന്നുള്ളതും വേണ്ട. ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ നേരത്തെ എന്തെല്ലാം അവസരങ്ങളുണ്ടായിരുന്നു ധൃതരാഷ്ട്രർക്ക്? ഇല്ല, ആത്മഹത്യ ചെയ്യാനുള്ള മാനസികമായ സാഹചര്യം അദ്ദേഹത്തിന് ഒത്തു കിട്ടണ്ടേ? മരിക്കാൻ മോഹമില്ലപ്പെടുന്നു. അപ്പോഴൊന്നും മരിക്കാൻ മോഹമില്ല. അതാ അല്ല, മരിക്കാൻ മോഹമില്ല. എല്ലാം ഒരു പൂർണ്ണമായ ആയുസ് മുഴുവൻ മരണത്തെക്കുറിച്ചുള്ള ആലോചനയോടെ ഉള്ളൂ. എന്തെങ്കിലും ചെയ്ത് മരിക്കണം എന്നില്ല. ആയുസ് ഉള്ളിടം വരെ ജീവിക്കുക എന്ന ഒരു തീരുമാനം ധൃതരാഷ്ട്രക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് എടുത്തിരുന്നത്. പക്ഷെ അവസാനം അത് മാറ്റുകയാണ് അദ്ദേഹം. കാരണം എന്തിനും പരസഹായം വേണം. അതിപ്പോൾ എല്ലാവർക്കും ഈ വാനപ്രസ്ഥം സ്വീകരിക്കുന്നവർക്കെല്ലാം ഉള്ള എല്ലാവരുടെയും ആയിരിക്കണം എന്നൊരു ഒരാളുടെ സ്വഭാവം. ഇയാള് എല്ലാവരുടേതും പോലത്തെ ഒരാളല്ലല്ലോ. ഇതുപോലത്തെ ഒരാള് മഹാഭാരതത്തിൽ പുള്ളി തന്നെയല്ലേ ഉള്ളൂ. അല്ല, 100 പുത്രന്മാരും 18 അക്ഷൗണി അല്ലേ? അക്ഷൗണിയിലെ എല്ലാ ഭടന്മാരും മരിച്ചു പോയിട്ടും അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല മരിക്കണമില്ല. ജീവിതത്തോട് അത്ര ആസക്തിയായിരുന്നു. ആ ആസക്തിയുമായിട്ടാണ് ജീവിക്കുന്നത്. പിന്നീട് വീണു പോകും എന്ന് വന്നു. 11 അക്ഷൗണിപ്പടയും മുഴുവൻ മരിച്ചിട്ടും അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയില്ല. അങ്ങനെയാണ് വാനപ്രസ്ഥത്തിന് വന്നത്. വാനപ്രസ്ഥത്തിന് വന്നപ്പോൾ ഇവർ 3 പേരുണ്ട്, ഭാര്യയുണ്ട്, കുന്തിയുണ്ട്. ആ മരണം അങ്ങനെ സ്വാഭാവികമായ മരണം വരട്ടെ എന്ന് വാനപ്രസ്ഥത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സന്യാസം അതിന് തിടുക്കം കൂട്ടി എന്നുള്ളതാണ്. അതിന് ജീവിതത്തിന്റെ ആ വഴിക്ക് വഴിമാറി കൊടുക്കാതെ. അല്ല, അതിന് വ്യക്തിപരമായ സവിശേഷതകളുണ്ട്.
എല്ലാവരും ഒരുവരെ എല്ലാ വാനപ്രസ്ഥം അനുഷ്ഠിക്കുന്നു. വാനപ്രസ്ഥത്തിൽ എങ്ങും ഇരിക്കാതെ വെറുതെ സഞ്ചരിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട്. ഇത് സന്യാസമാണ്. ഇത് സന്യാസമാണ്. ആശ്രമം കിട്ടി താമസിക്കുകയാണ്. താമസം കിട്ടി അവിടെ യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഗംഗയുടെ തീരത്ത് ആശ്രമം കിട്ടി താമസിക്കുകയാണ്. അപ്പോൾ സന്യാസത്തിൽ പിന്നെ പരാശ്രയമില്ല. പക്ഷേ ശരീരത്തിന് ആവതില്ല. അപ്പോൾ പിന്നെ വീഴുമ്പോൾ പിന്നെ ആരെങ്കിലും വരണം സഹായിക്കാൻ. അപ്പോൾ കൊട്ടാരത്തിൽ നിന്ന് ആൾ വരണം. കൊട്ടാരത്തിൽ നിന്ന് ആൾ വന്നാൽ ആ വരുന്ന ആളിൻ്റെ കാറ്റ് അപ്പം തന്നെ കളയാൻ അവിടെ ആൾ നിൽപ്പുണ്ട്. അതാണ് ഭീമൻ. അദ്ദേഹത്തിന് അറിയാം. അപ്പം അതുകൊണ്ട് സംഗതി വളരെ പെട്ടെന്ന് അങ്ങ് അവസാനിപ്പിക്കുക. ഭീമനോടുള്ള അപ്രിയം അപ്പോഴും ധൃതരാഷ്ട്രയുടെ മനസ്സിലുണ്ടായിരുന്നു. ഭീമനെ കുറിച്ചുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ ഭീമനെ ഇടയ്ക്ക് ധൃതരാഷ്ട്രയോടുള്ള പക മാറിയില്ലായിരുന്നു. ഇല്ല. വാനപ്രസ്ഥത്തിന് വരുമ്പോൾ സഹായിക്കാൻ ഭീമൻ വരുമെന്നുള്ള പേടിച്ചാണ്. സഹായിക്കാൻ ഭീമൻ വരുമെന്നുള്ള ശല്യങ്ങളുണ്ടാവും. വിവരം അറിയുന്നത് ഇവരെ ശുശ്രൂഷിക്കാൻ കൊട്ടാരത്തിൽ നാളെ നിയോഗിച്ചിട്ട് അവരിവിടെ എത്തിയില്ല. എന്താ ഭീമനൊഴുക്കി വെച്ച് ഈ പിന്നെ ചപ്പാത്തി വരുത്തുന്നവർ വരുത്തിയിട്ടുണ്ടാവും. ഇതിന് വന്നാളേ പിന്നെ അതിന് ആരും ഒരുങ്ങിയില്ലല്ലോ. ഇദ്ദേഹത്തിന് നിസ്സഹായനാവാനേ നിവർത്തിയുള്ളൂ. ധർമ്മപുത്രർക്ക് അദ്ദേഹത്തിന് ഒന്നും ഇവർക്ക് കൂട്ടിരിക്കാനൊക്കെ ഇല്ലല്ലോ. അങ്ങനെ തൻ്റെ ജനനം മുതൽ അതുവരെയുള്ള, അതാണ് ഈ ഒരു മാസം, തൻ്റെ ജനനം മുതൽ അതുവരെയുള്ള ആ ജീവിത സംഭവ പരമ്പരകളുടെ കാറ്റും വെളിച്ചവും തീയും അദ്ദേഹം ഇങ്ങനെ വേർതിരിക്കുക. അതെല്ലാം വേർതിരിച്ചിട്ട് സ്വന്തം ശരീരം പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഈ പെണ്ണുങ്ങൾ കാട്ടിൽ കിടന്ന് അനാഥരായി പോകരുന്ന അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി. അവരെ കൂടെ ചിന്തിച്ചു. അതുകൊണ്ട് അവർക്ക് അത് ബോധ്യമാവാത്ത രീതിയിൽ അദ്ദേഹം നേരത്തെ തന്നെ ആശ്രമത്തിൽ നിന്ന് ഒരു ഉണക്കക്കൊള്ളിയെടുത്ത് അതിൻ്റെ തുമ്പത്ത് തീ ജ്വലിപ്പിച്ച് ആഞ്ഞെറിഞ്ഞിരുന്നു. വേനൽക്കാലമാണ്. അപ്പോൾ അവനങ്ങ് കാടുകളിലങ്ങ് പെരുകി നോക്കും. ഇവരുടെ ദൃഷ്ടിയിൽപ്പെടുമ്പോൾ തീ ഓടി വരുന്നതാണ് കാണുന്നത്. സഞ്ജയനോട് ഓടിപ്പിക്കൊള്ളാൻ പറഞ്ഞു. സഞ്ജയനെ ഓടിച്ചു. സഞ്ജയൻ നിന്നതല്ല അപകടമാകും. അതുകൊണ്ടാണ് സഞ്ജയനെ ഓടിച്ചു വിടുകയായിരുന്നു. അയാളെ പോവില്ല നിർബന്ധിച്ചിട്ടും അയാളെ ഓടിച്ചു വിടുകയായിരുന്നു. സഞ്ജയൻ തന്നെ ഈ സംഭവം അറിയുന്നത് നാരദൻ പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് ഇത് ഈ സ്വാഭാവികമായി നാരദൻ തന്നെയല്ലേ യുധിഷ്ഠിരനോട് ചെന്ന് പറയുന്നത്, കൊട്ടാരത്തിൽ ചെന്ന് പറയുന്നത് നാരദൻ തന്നെയാണ്. അപ്പോൾ സഞ്ജയൻ പോലും ഇത് അറിയരുത് എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ പ്രസവിക്കാനുള്ള മാസം തികയാതെ അമ്മയുടെ ആ ചെറുപ്പകാലത്തെ രാഷ്ട്രീയമായ മോഹങ്ങൾക്കനുസരിച്ച് വേണ്ടി വന്നാൽ, വയസ്സ് തർക്കം വന്നാൽ ആ വയസ്സ് തീരുമാനിക്കാനും പറ്റാത്ത ആണ് രണ്ടുപേർക്കും എന്ന് തോന്നത്തക്ക വിധത്തിൽ മനഃപൂർവ്വം തനിയെ പ്രസവിച്ച് ആ പ്രസവം ത്തിൽ മൂത്തയാളായിട്ട് ഉണ്ടായതാണ് ഈ ധൃതരാഷ്ട്രം. ദുര്യോധനൻ. ആ മക്കള് തനിക്ക് എതിരായിട്ട് വരുന്നതും തൻ്റെ ജീവിതത്തിന് ഭാരമായിട്ട് വരുന്നതും തൻ്റെ ആഗ്രഹങ്ങൾ നേടിത്തരുന്നതും അവരാണ്. അപ്പോഴവരോട് കൂടുതൽ സ്നേഹമായി, കൂടുതൽ ആദരവായി, അവർക്ക് വേണ്ടത്ര പരിഗണന കൊടുത്ത് താൻ രാജാവുമായി. ആ വരുന്ന വരവിലൂടെ, ആ സഞ്ചാരത്തിലൂടെയാണ് ഈ തനിക്ക് എല്ലാ തരത്തിലും ആശ്രയമായി നിന്ന, തന്നെ സ്നേഹിച്ചു പോന്ന, ആദരിച്ചു പോന്ന ആ മക്കൾ 100 അദ്ദേഹത്തിൻ്റെ മുൻപിൽ കശക്കി പിഴിയപ്പെട്ടു. അതും വേദനയോടെ അദ്ദേഹം അനുഭവിച്ചു കൊണ്ടിരുന്നു അവരുടെ ദീനരോധനങ്ങൾ. അത് സഞ്ജയൻ പ്രത്യേകം പറയൂ, ഓരോരുത്തരും മരിക്കുമ്പോഴും. ഇന്ന് 7 പേരെയാണ് മക്കളെ ഭീമൻ കൊന്നത്. അപ്പം ആ ഒരു വലിയ കരച്ചിൽ കേട്ടപ്പോൾ
ഞാൻ അങ്ങയുടെ തോളത്ത് പിടിച്ചില്ലേ, വികർണനെ കൊന്നതായിരുന്നു അത്. പിഴിഞ്ഞു, ചവിട്ടി പിടിച്ചു, വലിച്ചു കീറി. ഇതിൽ അങ്ങേക്കുള്ള പങ്കും വളരെ പ്രശസ്തമാണ്. പക്ഷെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ ധൃതരാഷ്ട്രയുടെ ഈ സ്വയം തെരഞ്ഞെടുക്കുന്ന ഒരു അന്ത്യത്തിലെങ്കിലും അദ്ദേഹത്തിന് മാനസാന്തരം സംഭവിച്ചിരുന്നോ? ഈ ഒരു മാസം ഇരുട്ടും വെളിച്ചവും നിറഞ്ഞ മാനസാന്തരം എന്നതൊരു ഫോറിൻ വാക്കാണ്. മനപരിവർത്തനം സംഭവിച്ചിരുന്നോ? അല്ലെങ്കിൽ താൻ ചെയ്തത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിരുന്നോ? അതിന് ആത്മസാക്ഷാത്കാരം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതെല്ലാം ശരി. അങ്ങനെ ആത്മസാക്ഷാത്കാരത്തിന്റെ ദിശയിലേക്ക് അദ്ദേഹം ഉയർന്നില്ല, ആ മേഖലയിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ ഒരു കഥാപാത്രമായിട്ട് ധൃതരാഷ്ട്ര അവസാനിച്ചു. അതുകൊണ്ടാണ് അത് ആത്മഹത്യയായി പോകുന്നത്. അല്ലെങ്കിൽ അത് പ്രായോപവേശം ചെയ്ത് ജീവൻ അവസാനിപ്പിക്കുക എന്നാണ് അതിന് വർണ്ണന. അല്ല, ആധ്യാത്മിക ചിന്തയൊന്നും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നല്ലോ, ആ അതൊക്കെ ഉണ്ട്. അല്ല, ഈ ഇവർ ഉപദേശിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കേൾക്കുക എന്നുള്ള അല്ലാതെ അത് ഈ രക്തത്തിലേക്ക് അതിന്റെ ഉണ്ടായിരുന്നു. അങ്ങനെ ലയിക്കില്ല, വളരെ പെട്ടെന്ന് അരിയുന്നതല്ല ഇതൊന്നും. ഇപ്പം ആരെല്ലാം പോയി പിന്നെ ഭഗവത്ഗീത യജ്ഞത്തിൽ പങ്കെടുക്കുന്നു, ആരെല്ലാം പോയി ധ്യാനം കൂടുന്നു, അവർക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കുന്നു? ഒന്നും സംഭവിക്കുന്നില്ല. ധ്യാനം കഴിഞ്ഞ് അവിടെ വെച്ച് തന്നെ വഴക്കായിട്ടാണ് വരുന്നത്. ധ്യാനത്തിൽ നിന്ന് എഴുന്നേറ്റ് പടലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പടലേക്ക് പിടിച്ചാണ് വരുന്നത്. പിന്നെ ആ ദേഷ്യം കൊണ്ടും ആളുകളുടെ തിക്കലുണ്ടല്ലോ. അപ്പോഴാണ് അയ്യോ ഇത് എൻ്റെ പടലിയാണേ, നിങ്ങൾ ഉദ്ദേശിച്ചത് ഈ പടൽ തന്നെയാണോ? ആ നിങ്ങളുടെ പടലിയാണല്ലേ, ഞാൻ എൻ്റെ ഭാര്യയുടെ പടലിയാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ആ പിടിക്കാനുള്ള തിടുക്കം കൊണ്ട് ആ കഴുത്ത് പോലും മാറിപ്പോകും. കഴുത്ത് മാറി പിടിച്ചതിന് കേസ് എടുക്കാവുന്നതാണ്. ഭാരതവർഷത്തിലെ മിക്ക രാജ്യങ്ങളെയും തൻ്റെ ധർമ്മ ഭടന്മാർ മുഖാന്തരം നിയന്ത്രിക്കുകയും എല്ലാം സ്വന്തമാക്കുകയും അതിലെല്ലാത്തിലും പ്രത്യേകം സന്തോഷിക്കുകയും ഓരോ താളം കളിക്കുമ്പോഴും ആര് ജയിച്ചു ഇടയ്ക്ക് എഴുന്നേക്കം വരിക്കും നടത്തും. ഈ പിന്നെ ധർമ്മപുത്ര തോറ്റു എന്ന് പറയുമ്പോൾ എഴുന്നേക്കും, അറിയാതെ ചെയ്യുന്നതാണിതല്ല. അപ്പോൾ അത്ര സന്തോഷത്തിലാണ് ഇതെല്ലാം. ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിച്ചിരുന്നവനാണ് പാണ്ഡു, എന്നോട് ചോദിക്കാൻ അവനൊന്നും ചെയ്യില്ലായിരുന്നു, അവൻ്റെ പ്രിയപുത്രനാണ് ധർമ്മപുത്രൻ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ തോറ്റു എന്ന് പറയുമ്പോൾ സന്തോഷമായി, പരമസന്തോഷം, കൈയടിക്കുകയും ചെയ്യും. ചിലപ്പോൾ ഇങ്ങനെ കൈ കൊണ്ടുവരുമ്പോൾ മറ്റേ സഞ്ജയൻ മറ്റേ കൈ വെച്ച് കൊടുത്താലും മതി. ഇപ്പം തിരുവാതിരകളി പോലെ കൈയടി വരും. കാരണം ഇത് തൻ്റെ വേറൊരു കൈപ്പത്തിയിലല്ല, ഈ കൈപ്പത്തി എന്ന് കൊണ്ടുപോകുന്നൊന്നും അറിയുന്നില്ല, ഓർമ്മയില്ലേ, മറ്റേ സന്തോഷത്തിൽ മുങ്ങി കിടക്കുകയാണ്. അപ്പം ഈ കഴുത്ത് മാറി പിടിക്കുന്ന കാര്യം പറഞ്ഞതുപോലെ കൈമാറി അടിച്ച് അത്ര സന്തോഷത്തിൽ ഇരുന്നതാണ്. അങ്ങനെ സന്തോഷിച്ചപ്പോഴൊന്നും അദ്ദേഹം ഒരു കാര്യം ഓർത്തില്ല. ഈ സന്തോഷത്തിൻ്റെ എല്ലാം വിദൂരതയുടെ പിന്നിൽ അതിദൂരത്ത് ഏതാണ്ട് അത്യാസന്നമായ ഭാവിയിൽ ഇവരെല്ലാവരും പിഴിയപ്പെടാൻ പോകുന്നു, തൻ്റെ മക്കളെല്ലാവരും എന്ന് അദ്ദേഹം ഓർത്തതേയില്ല. തൻ്റെ വിധിയെ അദ്ദേഹം തന്നെ ഓരോ പടികടത്തി വന്ന് അദ്ദേഹത്തെ വിഴുങ്ങുകയാണ്. അങ്ങനെ വിഴുങ്ങി. വാസ്തവത്തിൽ ഈ യുദ്ധം കഴിഞ്ഞിട്ട് ഈ കൂട്ടക്കുരുതിയെല്ലാത്തിൽ നടന്നു കഴിഞ്ഞപ്പോഴേ അവിടുത്തെ ജനങ്ങൾ വാസ്തവത്തിൽ ഇദ്ദേഹത്തെ വിചാരണ ചെയ്യേണ്ടതാണ്. പക്ഷെ അന്നത്തെ ഒരു സാഹചര്യത്തിൻ്റെ വ്യത്യാസമുണ്ട്. പിന്നെ ധർമ്മപുത്രരുടെ വളരെ പ്രശാന്തമായ പ്രസാദാത്മകമായ സാന്നിധ്യവും ഇവിടെ നിന്നാണ് പിന്നീട് നേരെ ദ്വാരകയിലേക്ക് പോകുന്നത്. പെട്ടെന്നറിയുന്നത് ദ്വാരക കടലിൽ മുങ്ങിപ്പോയി എന്നാണ്.